വെൽക്കം ബാക്ക് ടു മൈ നെവർ മൈൻഡ്. വീട്ടിലെ ചില മെയിൻ്റനൻസ് പണികൾ കാരണം ലാൻഡ് ലോഡ് നമ്മളോട് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അത് കാരണം നമ്മളിങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കുറച്ച് പഞ്ചാബി കൂട്ടുകാർ പറഞ്ഞത് നമുക്ക് ഗുരുദ്വാര വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ നിങ്ങളെയും കൊണ്ട് പോവുകയാണ് ഒരു ശാന്തതയുടെ സമാധാനത്തിൻ്റെ ഒരു ഗുരുദ്വാര സന്ദർശനത്തിലേക്ക്. ഈ കാടും മലയും ഒക്കെ താണ്ടി വെറുതെ ഇതൊരു പാർക്കാണ്, ഒരു പാർക്കിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസാണ് എവിടെയാണെങ്കിലും. സോ ലക്കിലി ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളും വളരെയധികം പ്രകൃതി രമണീയമാണ്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടുമുട്ടിയ ഒരു അച്ഛനെയും അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങിയ ഒരു സ്വാനിൻ്റെ കൂട്ടമാണ്. വളരെ ക്യൂട്ടായിട്ട് തോന്നി. അല്ലെങ്കിലും ലൈഫിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതും അതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിസിറ്റായിരുന്നു ടു ഗുരുദ്വാര. അകത്തേക്ക് കടന്നാൽ ആദ്യം ശ്രദ്ധയിലേക്ക് വരുന്നത് ഒരു പലകയാണ്. അതിലെന്തോ പഞ്ചാബിയിൽ എഴുതിയിരിക്കുക. അതിൻ്റെ മീനിങ് ഇതാണ്: എല്ലാവർക്കും നല്ലത് ആഗ്രഹിക്കുക. ആ വാക്കുകൾ എത്ര സത്യമാണ്. കൃത്യമായ രീതിയിൽ ശുചിത്വം പാലിച്ച് തല കവർ ചെയ്ത് വേണം നമ്മൾ അകത്തേക്ക് കടക്കാൻ. അകത്തേക്ക് കയറിയ ഉടൻ ഒരു ശാന്തത, ശബ്ദങ്ങളില്ലാതെ മനസ്സിനുള്ളിൽ ഓളം നിലയ്ക്കുന്ന ഒരനുഭവം, മനസ്സിന് കീഴിൽ ഒരിക്കലും കാണാത്ത ഒരാഴത്തിലുള്ള ശാന്തിയുടെ സ്പർശം. നാട്ടിലേക്ക് ഇതൊരു പ്രിജുഡിസ്ഡ് സാധനമാണല്ലോ. നമ്മൾ നമ്മുടെ പള്ളികളിലേ പോകും, നമ്മുടെ അമ്പലങ്ങളിലേ പോകും, അല്ലെങ്കിൽ അങ്ങനെ നമുക്കായി, നമുക്ക്, എൻ്റേത്, എനിക്ക്, അങ്ങനത്തെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കംഫർട്ടബിളായി പോകുള്ളൂ. ഈ കീർത്തന പറയുന്ന പേരാണ് ഗുർബാനി. അതിൻ്റെ അർത്ഥം അറിയണമെന്നൊന്നുമില്ല. അതിൻ്റെ താളമാണ് നമ്മുടെ മനസ്സിൻ്റെ ഗഹനതയെ തൊടുന്നത്. ഇവിടെ ഗുരുദ്വാരയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എനിക്കൊരു അത്ഭുതമായി തോന്നി. കാരണം അങ്ങനത്തെ വിസിറ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അല്പനേരം നമ്മൾ അവിടെ വിശ്രമിച്ചതിന് ശേഷം നമ്മൾ പോയത് ലാംഗർ ഹാളിലേക്കാണ്. ഒരേ തറയിൽ എല്ലാവർക്കും ഭക്ഷണം, ഒരേ സ്നേഹത്തിൽ. ദാൽ, ചപ്പാത്തി. പൊതുവേ ഇവരുടെ ഭക്ഷണം വളരെ പോഷകസമൃദ്ധമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പയർ വർഗ്ഗങ്ങളാണ് ഇവർ കൂടുതലായും ആഡ് ചെയ്യുന്നത് ഫുഡിൽ. കുറേ നാളായി ഞാൻ ഇത്രയും കടുപ്പത്തിലൊരു നല്ല അടിപൊളി ചായ കുടിച്ചിട്ട്. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് ചുമ്മാ എൻ്റെ വീഡിയോയ്ക്ക് ഹായ് പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ ആ ഏകാന്തതയിൽ, ആ ഓളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിരിയാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഒരു പാർക്ക് വഴിയാണ് പോകുന്നത്. അതേ പാർക്ക് വഴിയല്ല, പക്ഷെ അതിൻ്റെ എക്സിറ്റ് വഴി. അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇത്രയും നാളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നു, ഞാൻ ഒരിക്കൽ പോലും ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതെങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ ഞാൻ അങ്ങനെ അഡ്വഞ്ചറസ് ടൈപ്പ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ദിവസം. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലുതായി തോന്നിയെങ്കിലും പക്ഷെ ഉള്ളിലേക്കുള്ള വലിപ്പം, അതാണ് പറയാൻ വാക്കുകളില്ലാത്തത്. എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സ്. ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും അവർക്ക് ആവശ്യമില്ല. ഇതൊരു ദിവസമല്ല, ഇതൊരു ഓർമ്മയാണ്. ആ ശബ്ദങ്ങൾ, ആ ഭക്ഷണം, ആ രുചികൾ, ആ മുഖങ്ങളുടെ ഭാവങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു. ശാന്തത തേടുന്ന ആരുടെ ആയാലും ഗുരുദ്വാരയിലേക്ക് ഒരു ദിവസമെങ്കിലും ചെലവിടണം. Just to sit in there and make peace within yourself is really helpful. അത് നമ്മളെ നമ്മുടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ആ സമാധാനം, ആ ശാന്തത നിറഞ്ഞ അന്തരീക്ഷം, അതിലൊരു മാജിക് ഉണ്ട്. തീർച്ചയായിട്ടും സന്ദർശിക്കാം. Over there.
ഈ പാർക്കിൽ കൂടുതലായും സീനിയർ സിറ്റിസൺസ് ആയിരുന്നു ഉള്ളായിരുന്നത്. ഇത് മോസ്റ്റ്ലി ഈസ്റ്റ് ഏഷ്യൻസ് ആയിരുന്നെന്നാണ് എൻ്റെ തോന്നൽ. സോ അവർ കാണിക്കുന്ന എക്സസൈസ് കണ്ടിട്ട് നമുക്ക് ചിരിയാണ് വന്നത്. കാരണം ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ഗെയിംസ് അണ്ടിൽ യു ഗെറ്റ് ഓൾഡ് എന്നാണല്ലോ. സിൻസ് ഞാനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഡ്രാമ ക്വീൻ, അതുകൊണ്ട് അവർക്ക് എൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുക്കണമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. പിന്നെയും നമ്മൾ നടന്ന് ആ പാർക്കിൻ്റെ അങ്ങേ അറ്റം വരെ നടന്നു. You know what? I have a secret YouTube channel with 3 subscribers. We have arrived. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. മനസ്സിൽ എന്തോ ഒരു സമാധാനം പോലെ, എന്തൊക്കെയോ ലൈഫിൽ കൗണ്ട് ചെയ്യാനുള്ളതുപോലെ, പിന്നെയും ഗ്രേറ്റ്ഫുൾ ആവാൻ എന്തൊക്കെയോ റീസൺസ് കിട്ടിയതുപോലെ. അപ്പോൾ ശരി, അധികം വെറുപ്പിക്കുന്നില്ല. ബൈ, സീ യു നെക്സ്റ്റ് ടൈം.